ാൻ പോകുകയാണ്. അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. വൈകുന്നേരത്തെ പൂജകൾക്കും അതോടൊപ്പം തന്നെ മകരസംക്രമ പൂജകൾക്കും ചടങ്ങുകൾക്കും എല്ലാമായി ശബരിമല നട തുറക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ശബരിമല നട തുറന്നിരിക്കുന്നു. മകരവിളക്ക് പൂജകൾക്കും മറ്റ് ചടങ്ങുകൾക്കുമായി ശബരിമല നട തുറന്നിരിക്കുന്നു. കൃത്യം 5 മണിക്ക് തന്നെ ശബരിമല നട തുറന്നു. 5:30 ആണ് ഇനി ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം. ചെറിയാനവട്ടത്തു നിന്നുമാണ് ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുക. സന്നിധാനം ശബരിമല പൂർണ്ണമായും ഭക്തിസാന്ദ്രമാണ്. മകരവിളക്ക് ദർശനത്തിനായി 10,000-കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഒരുങ്ങിയിരിക്കുന്നത്. സന്നിധാനത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങളുമായി ജോയ് നായർ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ജോയ്, ഇനി പറയുന്നത് പോലെ തന്നെ ഏതാണ്ട് 2 മണിക്കൂർ 1.25 മണിക്കൂർ മാത്രമാണ് മകരജ്യോതി ദർശനത്തിന് ശേഷിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് ഇനി നടക്കാനുള്ള ചടങ്ങുകൾ ജോയ്? സുരേഷ്, മകരജ്യോതി ദർശനത്തിനും ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ നിമിഷങ്ങൾക്ക് മുമ്പ് നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ ഇനി പൂജകൾ നടക്കും. എന്തായാലും 6:30 മണിക്കാണ് ദീപാരാധന. ആ ദീപാരാധന തന്നെയാണ് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവാഭരണം ചാർത്തി അയ്യപ്പന് തിരുവാഭരണം ചാർത്തിയുള്ള ഒരു ദീപാരാധന അത് സാധാരണ ഈ ദിവസത്തിൽ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശേഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ്. ആ ഒരു വിശേഷ കാഴ്ച കാണാനും മകരജ്യോതി തയ്യാറെടുപ്പ് തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഇപ്പോൾ സന്നിധാനത്ത് ശക്തമായ സുരക്ഷാ സംവിധാനമാണ്. പ്രത്യേകിച്ചും ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ച ശേഷം ഭക്തരെ ഒന്നും ഇവിടെ എത്തിയ തീർത്ഥാടകരെ ഒന്നും സന്നിധാനത്തേക്ക് കയറ്റിയിട്ടില്ല. പ്രത്യേക പാസ് ഉള്ളവരെ മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്ത് സോപാനത്തിന്റെ ഭാഗങ്ങളിലും തിരുമുറ്റത്തുമെല്ലാം ഉള്ളത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനി തിരുവാഭരണ ഘോഷയാത്രയെ കാത്ത് നിൽക്കുകയാണ് ഏവരും. ശരംകുത്തിയിൽ നിന്നും അത് ദേവസ്വം ബോർഡിന്റെ പ്രത്യേക പ്രതിനിധികൾ ഏറ്റുവാങ്ങും. തുടർന്ന് 6 മണിയോടുകൂടി സോപാനത്ത് എത്തും. സോപാനത്ത് അത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അത് ഏറ്റുവാങ്ങും. തുടർന്നാണ് തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും ചേർന്ന് ശ്രീകോവിലിന് ഉള്ളിലേക്ക് കൊണ്ടുപോയി അയ്യപ്പന് ചാർത്തിയ ശേഷമാണ് ദീപാരാധന നടക്കുക. അതിനാണ് ആ വിശേഷമാണ് പ്രധാനമായും ഉള്ളത്. ഈ ദീപാരാധന നടക്കുന്ന സമയത്താണ് ആകാശത്ത് മകരനക്ഷത്രം തെളിയുന്നത്. അതിന് തൊട്ട് അടുത്ത സമയത്ത് തന്നെ 3 തവണ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും തെളിയും. ആ കാഴ്ചകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ മേൽശാന്തി ശ്രീകോവിലിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം സഹ മേൽശാന്തിമാരും ഉണ്ട്. ഇനി ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആണ് അവശേഷിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ദീപാരാധനയ്ക്ക് തൊട്ടു മുമ്പുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമാണ് നടക്കുന്നത്. എന്തായാലും വലിയ ഒരു ഭക്ത ലഹരിയിൽ തന്നെയാണ് ഈ സന്നിധാനവും പരിസരവും എല്ലാം ഉള്ളത്. സുരേഷ്.